ഈ മനോഹരമായ നിമിഷത്തിൽ നമുക്കൊപ്പം ചേരുന്നത് തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി VN വാസവനാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ VN വാസവൻ, സ്വാഗതം. എല്ലാ മലയാളികൾക്കുമായി നമ്മൾ ആ കപ്പലിനെ വരവേൽക്കുമ്പോൾ അങ്ങയെ ഈ പ്രഭാത പരിപാടിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ സന്തോഷം. എനിക്ക് തോന്നുന്നു മന്ത്രിയും വലിയ സന്തോഷത്തിലാണ്. എല്ലാ മലയാളി പ്രേക്ഷകർക്കൊപ്പം ഞങ്ങൾ മിനിസ്റ്ററെ ഒരു സൈഡിൽ ഒരു വിൻഡോയിൽ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രാധാന്യം സാൻ ഫെർണാണ്ടോ കപ്പലിനായതുകൊണ്ട് കപ്പലിന്റെ ദൃശ്യങ്ങളും കാണിക്കുന്നുണ്ട്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. എനിക്കൊന്നും ഇതൊരു നാഴികക്കല്ലാണ് അല്ലേ? ഒരുപക്ഷെ ഒരു രാജ്യത്തിന്റെ കാര്യത്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന വികസന പ്രക്രിയ എങ്ങനെയാണോ ദുബായ് മാറിയത്, സലാല മാറിയത്, സിംഗപ്പൂർ മാറിയത്, അതിൻ്റെ ഒരു തുടക്കമാണല്ലേ മിനിസ്റ്റർ ഇന്ന് ഈ സാൻ ഫെർണാണ്ടോ കപ്പലെത്തുമ്പോൾ നീരണിയാൻ പോകുന്നത്? നിശ്ചയമായും ലോക ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം വലിയ രൂപത്തിൽ ഉയർന്നു വരുന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷികളാകാൻ പോകുന്ന നമ്മളല്ല. ലോകമാകെ നമ്മളെ ഉറ്റുനോക്കുകയാണ്. ഏറ്റവും വലിയ പ്രകൃതിദത്തമായ അനുഗ്രഹീതമായ ഘടകമുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്വം ഞാൻ സൂചിപ്പിച്ചത് 10 നോട്ടിക്കൽ മൈൽ അകലെ കരയിൽ നിന്ന് മദർഷിപ്പ് എത്തുന്നു എന്നതാണ് ഒരു പ്രാധാന്യം. 20-24 മീറ്റർ ആഴം വിഴിഞ്ഞം കടത്തീരത്തുള്ളത് കൊണ്ട് ഭാവിയെ സംബന്ധിച്ചും അതിൻ്റെ വികസനത്തിന് വൻ സാധ്യത. അവിടെ പാറയാണ് വിഴിഞ്ഞത്തിൻ്റെ ഈ കടലിൻ്റെ അടിഭാഗം. മറ്റെല്ലാ തുറമുഖങ്ങൾക്കും പലപ്പോഴും ഡ്രഡ്ജ് ചെയ്തെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ പ്രകൃതിയുടെ വരദാനം തന്നെയാണ് വിഴിഞ്ഞം എന്നുള്ളതാണ് ആദ്യത്തെ നമുക്ക് അനുഗ്രഹീതമായ ഘടകം. 2, ഈ രംഗത്ത് ഇന്നിപ്പോൾ സാൻ ഫെർണാണ്ടോ എത്തിച്ചേരുമ്പോൾ ഇതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി മാറുന്നു. ഇപ്പോൾ ഈ ഷിപ്പിൽ തന്നെ 9000 കണ്ടെയ്നറുമായിട്ടാണ് അവർ വരുന്നത്. അതിൽ 1900 കണ്ടെയ്നർ ഇപ്പോൾ വിഴിഞ്ഞത്ത് വിവിധ ഷിപ്പുകളിലേക്ക് കൊണ്ടുപോകത്തക്ക രൂപത്തിൽ ആദ്യം ഇവിടെ അൺലോഡ് ചെയ്യും. പിന്നീട് വരാൻ പോകുന്നത് 400 മീറ്റർ നീളമുള്ള ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്ന് ഈ ട്രയൽ റണ്ണിൻ്റെ ഇടയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിശ്ചയമായും നമുക്ക് കിട്ടുന്ന വലിയ രൂപത്തിലുള്ള സാധ്യത കേരളത്തിൻ്റെ സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ, തൊഴിൽ, ടൂറിസം മേഖലകൾക്ക് വൻ കുതിപ്പുറപ്പാക്കാൻ സഹായിക്കുന്ന, വലിയ പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു പശ്ചാത്തല സൗകര്യമാണ് ഇന്ന് ചരിത്ര നിമിഷം രൂപീകരിച്ചുകൊണ്ട് വിഴിഞ്ഞത്ത് സംജാതമാകുന്നത്. നാളെ രാവിലെ 10 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യും. ഓക്കെ, ആ ട്രയൽ റൺ ഉദ്ഘാടനത്തിന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ട്രയൽ റൺ എന്ന് പറയുമ്പോൾ അതിനൊരു സാങ്കേതിക ഉദ്ഘാടനമേ ഉള്ളൂ. പക്ഷേ കപ്പലിൽ ഇന്ന് തന്നെ കണ്ടെയ്നറുകളൊക്കെ ബർത്തിലേക്ക് ഇറക്കി വെക്കുമല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഞാൻ രാവിലെ 10:30 കൂടി വിഴിഞ്ഞത്ത് പോയി ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റനെ സ്വീകരിക്കും. അതിനുശേഷം കുറേ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങും. നാളെ രാവിലെ നമുക്കിവിടെ ഇറക്കേണ്ട കണ്ടെയ്നർ എല്ലാം ഇറക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്ത് കപ്പലിനെ സ്വീകരിക്കുക. ആ ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിമാരും സ്ഥല MP, MLA, മേയർ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം പങ്കെടുക്കുന്ന അതിമനോഹരമായ. നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള വിഴിഞ്ഞത്തിന് സാധ്യതയുണ്ട്. പക്ഷേ അതിങ്ങ് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഈ ഓണം വരുന്നത് കാത്തിരുന്നിട്ട് ഓണം വരുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ എക്സൈറ്റ്മെൻറ്റില്ല ഞങ്ങളെല്ലാവരും. കാര്യം നമ്മളത് ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ, നമ്മൾ ഈ തലവരയിലൊന്നും പൊതുവെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും വലിയ ഭാവി മാറ്റാൻ ശേഷിയുള്ള ഒരു തുറമുഖമായി മാറുന്നു. 10,000 കണ്ടെയ്നറുകൾ ഒരു ദിവസം, ഒരുപക്ഷെ അതിൽ കൂടുതലും 2 കപ്പലുകൾക്കൊക്കെ വന്നെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ 800 മീറ്റർ ബർത്ത് പൂർത്തിയാകുമ്പോഴല്ലേ? യെസ്, ഇപ്പം നമ്മൾ 800 മീറ്റർ കണ്ടെയ്നർ ബർത്ത് ഏതാണ്ട് അടിത്തറ പാകി കഴിഞ്ഞു. അതിൽ 400 മീറ്ററിൽ ഇപ്പോൾ പ്രയോജനപ്പെടുത്തിലേക്ക് വന്നു കഴിഞ്ഞു. 3000 മീറ്റർ ബ്രേക്ക് വാട്ടർ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ 31 ക്രെയിനുകൾ ചൈനയിൽ നിന്ന് നമുക്ക് വന്നു കഴിഞ്ഞു. 32 ഒരെണ്ണം കൂടി ഇനി വരാനുള്ളൂ. അപ്പോൾ ഈ തരത്തിൽ നമുക്കിതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ISPS കോഡ് നമുക്ക് ലഭിച്ചു. അതിൻ്റെ ലൊക്കേഷൻ കോഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ചേർന്ന് വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര നിലയിൽ ഒരുപക്ഷെ 5-6 തുറമുഖങ്ങൾ എടുക്കുമ്പോൾ ലോകത്ത് അതിലൊന്ന് വിഴിഞ്ഞമായി മാറുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു IIT മദ്രാസ് കൊണ്ടുവന്ന ഈ പോർട്ട് ഓട്ടോമാറ്റിക് പോർട്ട് നാവിഗേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, സെൻറ്റർ ഉണ്ടല്ലോ, അതൊക്കെ ഒരു വലിയ കൗതുകമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 13 ഇത്തരം വലിയ തുറമുഖങ്ങൾ ഉണ്ടെങ്കിലും ആ തുറമുഖങ്ങൾക്കൊന്നുമില്ലാത്ത സാങ്കേതിക വിദ്യയാണ് നമ്മൾ വിഴിഞ്ഞത്ത് ഉപയോഗിക്കുന്നത്, അല്ലേ മിനിസ്റ്റർ?
അത് തന്നെ സെമി ഓട്ടോമേറ്റഡ് ആണ് തുറമുഖം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്നലെ കയറി അത് പരിശോധനയിൽ കണ്ടത് ഏറ്റവും നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിൽ ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് കണ്ടെയ്നർ മുഴുവൻ ഇറക്കി വെക്കുന്ന ക്രെയിനെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആധുനിക സംവിധാനങ്ങളാണ് അവിടെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളും ഏറ്റവും ആധുനികമായ എല്ലാ സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ തുറമുഖം ലോകത്തെവിടെയുമില്ലാത്ത അഭിമാനകരമായ മുഹൂർത്തം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമുക്കേറെ ആഹ്ലാദം പകരുന്ന മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പറഞ്ഞോളൂ. ഇനി ഇതിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നമുക്ക് റെയിൽവേ കണക്ടിവിറ്റിയും അതുപോലെ തന്നെ NH-മായിട്ടുള്ള റോഡ് ലിങ്കിങ്ങിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടക്കം കുറിച്ചു. 1.7 കിലോമീറ്റേഴ്സുള്ള അപ്രോച്ച് റോഡ് ഇപ്പോൾ പൂർത്തിയായി. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന 10.7 കിലോമീറ്റേഴ്സുള്ള റെയിൽവേ പാതയാണ്. അതിൽ 9.2 കിലോമീറ്റേഴ്സ് തുരങ്കപാതയാണ്. അപ്പോൾ അതിനാവശ്യമായ പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹ്യ ആഘാത പഠനവും കഴിഞ്ഞ് കൊങ്കൺ റെയിൽവേ എൻ്റെ DPR തയ്യാറാക്കി റെയിൽവേക്ക് കൊടുത്ത് അനുമതി വാങ്ങിക്കഴിഞ്ഞു. 5.65 ഹെക്ടർ ഭൂമി എടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ റെയിൽവേ കണക്ടിവിറ്റി ആവും ഭാവിയിൽ. അതോടൊപ്പം റോഡ് കണക്ടിവിറ്റി NH-മായി ബന്ധപ്പെട്ട് ഔട്ടർ റിംഗ് റോഡിനുള്ള തുടക്കമായി. ഇങ്ങനെ ഭാവിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ വികസനങ്ങൾ കരമാർഗം ഇവിടെ എത്തിച്ചേരുന്ന ചരക്കുകൾ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണെങ്കിലും കപ്പൽ വഴി വിവിധ രാജ്യങ്ങളിലേക്കും നമ്മുടെ ഇന്ത്യയിലെ തുറമുഖങ്ങളിലേക്കും പോകുമ്പോൾ തന്നെ കരമാർഗം ഒരു 16% പോകാനുള്ള സൗകര്യം കൂടി പ്രയോജനപ്പെടും. മിനിസ്റ്റർ, ഈ 40 വർഷമാണല്ലോ ഇതിന്റെ ആദ്യഘട്ടത്തിലെ ഇതിന്റെ നടത്തിപ്പ് അവകാശം അദാനിക്കുള്ളത്. അതിനുശേഷം ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാന സർക്കാരിനും 40 വർഷം പൂർത്തിയാകുമ്പോൾ 40% കിട്ടും. ഓരോ വർഷവും 15 വർഷത്തിന് ശേഷം ഓരോ ശതമാനം നമുക്കതിന് ലാഭവിഹിതം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ 40 വർഷമൊക്കെ കഴിഞ്ഞ് ഈ വിഴിഞ്ഞത്തെയും കേരളത്തെയും നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദുബായിക്കും മുകളിൽ നിൽക്കും അല്ലേ അതിൻ്റെ ഭൗതിക സാഹചര്യത്തിൽ? ഒരുപക്ഷെ ഈ ഫിൻലൻഡ്, സ്വീഡൻ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളുടെ മാനവ വിഭവശേഷിയുടെ തുല്യതയിലേക്ക് വരും. ലോകത്തെ നമ്പർ 1 തുറമുഖങ്ങളിലൊന്നായി ഭാവിയിൽ വിഴിഞ്ഞം മാറും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം അനുഗ്രഹീതമായ പ്രകൃതിയുടെ വരദാനമായ ഈ തുറമുഖം അത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അത്തരം ദീർഘവീക്ഷണത്തോടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. ഇപ്പോൾ 2ഉം 3ഉം ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനത്തിന് ഇപ്പോൾ തുടക്കം കുറിക്കാൻ ഇപ്പം തന്നെ ബഹുജനാഭിപ്രായങ്ങൾ സ്വീകരിച്ചു. നല്ല സ്വീകരണമായിരുന്നു പൊതുവിൽ ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. നല്ല പ്രതികരണമായിരുന്നു. 700-ൽ പരം ആളുകൾ അഭിപ്രായം പറയാൻ എത്തിയിരുന്നു. അപ്പോൾ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇപ്പോൾ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയും സൂചിപ്പിക്കുക. മിനിസ്റ്റർ, എനിക്കൊന്ന് വളരെ എക്സൈറ്റ്മെന്റിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ സ്വാഭാവികമായ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഒരു വ്യക്തി എന്ന നിലയിലും അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. കാര്യം നമ്മളൊക്കെ ഈ ദുബായിലോ അല്ലെങ്കിൽ ഈ കൊളംബോയിലോ ഒക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന് പണ്ട് ആലോചിക്കുമായിരുന്നു. പക്ഷേ ഇത് യാഥാർത്ഥ്യമാവുകയാണ്. ഇനി അങ്ങോട്ട് വളരെ വേഗത്തിലായിരിക്കുമല്ലോ കാര്യങ്ങൾ. അതിവേഗം. ഇപ്പം തന്നെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് കരിങ്കല്ല് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വന്നു, ഓഖി ദുരന്തം വന്നു, അതുപോലെ മറ്റൊരു ചുഴലിക്കാറ്റ്, പിന്നീട് നമുക്ക് വെള്ളപ്പൊക്കം, പിന്നീട് കോവിഡ്, അതിനുശേഷം പ്രക്ഷോഭം. ഇതെല്ലാം വരുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി സഹിഷ്ണുതയോടെ സംയമനത്തോടെ സമയത്തതയോടെ ആ പ്രശ്നങ്ങളെയെല്ലാം നേരിടാൻ കാണിച്ച ഏറ്റവും നല്ല ഇച്ഛാശക്തിയോടുകൂടിയ പ്രവർത്തനമാണ് ഇപ്പോൾ ഇത് കമ്മീഷൻ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ശ്രമങ്ങളാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഈ സന്തോഷകാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിന് ഇന്നലെ ഒരു പ്രതികരണം വന്നതുകൊണ്ട് ആ പ്രതികരണം കൂടി മിനിസ്റ്ററിൽ നിന്ന് തേടുകയാണ്. പ്രതിപക്ഷ നേതാവിനെ നാളത്തെ ട്രയൽ റൺ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചില്ല എന്നുള്ളതൊരു ഇതിനകം തന്നെ പ്രതിപക്ഷം ഒരു വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആർച്ച് ബിഷപ്പ് ലത്തീൻ അതിരൂപതയിൽ നിന്ന് നാളെ പങ്കെടുക്കുന്നില്ല. അപ്പം ഈ വിഷയങ്ങളെ എങ്ങനെയാണ് മിനിസ്റ്റർ കാണുന്നത്? എന്താ പ്രതികരണം? ഇതിപ്പോൾ നാളെ നടക്കുന്നത് ഒരു ട്രയൽ റൺ മാത്രമാണ്. ആദ്യത്തെ ഷിപ്പ് വന്നപ്പോൾ വലിയ ചടങ്ങ് സംഘടിപ്പിച്ചു, പ്രതിപക്ഷ നേതാവിനെ നമ്മൾ ക്ഷണിച്ചിരുന്നു. നാളെ നടക്കാൻ പോകുന്ന ചടങ്ങിൽ സ്ഥലം MP ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂരിനെ വിളിച്ചിട്ടുണ്ട്, സ്ഥലം MLA ആയ ശ്രീ M വിൻസെൻറ്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തെ ഒഴിവാക്കി എന്ന് പറയുന്നത് ശരിയല്ല. പ്രതിപക്ഷ നേതാവിനെ വീണ്ടും ക്ഷണിക്കുന്നത് നമ്മൾ കമ്മീഷൻ ചെയ്യുന്ന വലിയ ചടങ്ങ് വരാൻ പോവുകയാണ്. അപ്പോൾ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിലേക്ക് എത്തുമ്പോൾ എല്ലാ കാര്യം ഈ രംഗത്ത് പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും നടക്കുക. കഴിഞ്ഞതിന് വിളിക്കുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ നാളെ നടക്കുന്ന ഒരു ട്രയൽ റണ്ണാണ്. ആ ട്രയൽ റൺ വിജയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കമ്മീഷനിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം വിളിച്ചുകൊണ്ട് നടക്കും. അതിരൂപതയുടെയും സഭയുടെയും ഒക്കെ ഒരു പ്രാതിനിധ്യം എങ്ങനെ ഉറപ്പുവരുത്തും മിനിസ്റ്റർ? കാര്യം ഇന്നലെ ബിഷപ്പ് പറഞ്ഞത് പങ്കെടുക്കുന്നില്ല എന്നാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയുടെ അച്ഛന്മാരൊക്കെ ഇന്നലെ വന്നിരുന്നു. അവർ സംസാരിച്ചു, അവർ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത്.
അഭിവന്ദനായ പിതാവിനെ നേരിട്ട് അറിയിക്കാൻ വേണ്ടി ഞങ്ങളുടെ MD അയച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പങ്കെടുക്കുകയോ എന്നുള്ള കാര്യം അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അതിൽ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തെ നേരിട്ട് തന്നെ ക്ഷണിച്ചിരുന്നു അല്ലേ? ഇന്നലെ ഞങ്ങളുടെ MD തന്നെ നേരിട്ട് പോയി ക്ഷണിക്കും. നേരത്തെ തന്നെ സമയം ചോദിച്ചു. ഞാൻ മിനിസ്റ്റർ ഒന്നുകൂടി ചോദിക്കട്ടെ. എനിക്കറിയാം അതിൻ്റെ പരിമിതികളുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ ഇതൊരു ഒരു ഇല്ലാതെ നമുക്കത് വളരെ മനോഹരമായത് നടത്താൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി വിളിക്കുന്നത് കൊണ്ട് വലിയ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് ഞാനിത് ചോദിക്കുന്നത്. അങ്ങനെ വിമർശനമായിട്ടോ ഇപ്പം നമ്മളടക്കമുള്ള ചാനലുകൾ പ്രധാനമായിട്ടും ഇതിനോടൊപ്പം തന്നെ അത് വാർത്ത എഴുതി കാണിക്കുമ്പോൾ ഒരു കല്ലുകടി വേണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് മിനിസ്റ്റർ നമുക്ക് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ എന്താ കുഴപ്പം? വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് മാറ്റുകയല്ലേ നല്ലത്? ഇല്ല, ഇതൊരു ആഘോഷമാക്കി മാറ്റുന്ന പരിപാടിയാണ് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ഘാടനം ഇത് കമ്മീഷൻ ചെയ്യുമ്പോഴാണല്ലോ. ആ സമയത്ത് നിശ്ചയമായും ഡോക്ടർ അരുൺ സൂചിപ്പിച്ച നിർദ്ദേശം ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. തുടക്കത്തിലും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, എല്ലാവരും ക്ഷണിച്ചിരുന്നു. ഇനി അതിൻ്റെ ഉദ്ഘാടന സമയത്തും ക്ഷണിക്കും. ഇതിപ്പോൾ ട്രയൽ റൺ മാത്രമാണ് ഇന്ന് നാളെ നടക്കുന്നത്. ഒരു കപ്പൽ വന്നു, അത് ട്രയൽ എടുക്കുന്നു. ആ ട്രയലിലെടുക്കുമ്പോൾ സ്ഥലത്തെ MPA MLA ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം പങ്കെടുക്കുകയും ചെയ്യും. അവരെല്ലാം ചേർന്നാണ് പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഓക്കെ മിനിസ്റ്റർ, ഞങ്ങളും ഈ ആഘോഷവേളയിൽ ഈ വലിയ പദ്ധതിക്കൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം ഞങ്ങൾ മിനിസ്റ്റർക്ക് തരാൻ പോവുകയാണ് ഈ ലൈവിൽ. ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഭൗതികമായിട്ടല്ലല്ലോ, വാർത്തയായിട്ടും ഞങ്ങളുടെ ഷോകളായിട്ടുമാണ്. വിഴിഞ്ഞത്തെക്കുറിച്ച് ഞങ്ങൾ ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഷോ തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അത് പലരും അത് ഷെയർ ചെയ്തു, അദാനി ഗ്രൂപ്പ് അടക്കം. അത് നമ്മൾ സർക്കാരിലേക്കും കൂടി നൽകുകയാണ്. ഇപ്പോൾ മിനിസ്റ്റർ കണ്ടോളൂ, ഞങ്ങളൊരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലുള്ള റിപ്പോർട്ടറിൻ്റെ ഒരു സമ്മാനം ഈ വിഴിഞ്ഞത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സാങ്കേതിക വിദ്യയോടുകൂടി മിനിസ്റ്റർക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അത് മിനിസ്റ്റർ തന്നെ ഉദ്ഘാടനം ചെയ്തോളൂ ഞങ്ങളുടെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഷോ. ഓക്കെ, അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ. അപ്പോൾ നമുക്ക് ഇനി മാറ്റങ്ങളുടെ ദിവസങ്ങൾ വരട്ടെ. സാൻ ഫെർണാണ്ടോയിലൂടെ മലയാളിയുടെ സ്വപ്നങ്ങൾ നീരണിയട്ടെ. താങ്ക് യു മിനിസ്റ്റർ VN വാസുദേവൻ.